ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് കോവയ്ക്ക സ്ലൈസറിൽ നൈസാക്കി അരിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൽ വറവിലിടണം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കുറച്ച് കടുക് ഇട്ടു. അപ്പോഴേക്കും ഈ കുക്കറിൽ തക്കാളിയും പരിപ്പും കായൊക്കെ ഇട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് അതിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഈ കടുക് പൊട്ടിയപ്പോൾ ഞാൻ സബോള അതിലേക്ക് ഇട്ടു, നന്നായി ഇളക്കി കേട്ടോ. അതിൽ കൂട്ടാൻ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സബോളയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു കേട്ടോ പാകത്തിന്. കോവയ്ക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് ഇളക്കി. അപ്പോൾ സബോളയിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടുണ്ട് വേഗം സബോള വാടി കിട്ടും കേട്ടോ. അങ്ങനെ മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് കോവയ്ക്ക് ഇട്ടിട്ട് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം പോലും തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായി ഇളക്കി കൂട്ടി പറ്റിയതിന് ശേഷം നമുക്ക് ആ കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ട് നമുക്ക് അടച്ച് 1-2 വിസിൽ വരുത്താം കേട്ടോ. നമ്മൾ ചീഞ്ഞട്ടിയിലിട്ട് അടച്ച് വയ്ക്കില്ലേ, അത്ര നേരം കൊണ്ട് നമുക്ക് കുക്കറിൽ വിസിൽ വരും കേട്ടോ. അതോടുകൂടി നമ്മുടെ ഉപ്പേരി ആവുകയും ചെയ്യും. അപ്പോൾ ഇതാ കൂട്ടാനായി കടുക് വറുത്തിട്ടു. കടുക്, ഉലുവ, ഉണക്കമുളകില്ലേ അതും കൂട്ടിയിട്ടിട്ടു. ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടാൽ നമ്മുടെ കൂട്ടാൻ തക്കാളി കൂട്ടാൻ റെഡിയായി കേട്ടോ. തക്കാളിയും പരിപ്പും റെഡിയായി. അപ്പോൾ അത് വറുത്തിട്ടു കേട്ടോ. കൂട്ടാൻ റെഡിയായി. അപ്പുറത്തേക്ക് കൊണ്ടാട്ടം വറുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ചോറ് കൊണ്ട് അരച്ചിട്ടുള്ള കൊണ്ടാട്ടം ഉണ്ടാക്കിയതാണ്. അങ്ങനെ തക്കാളി കൂട്ടാൻ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ അങ്ങനെ വെച്ച് നോക്കി നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടാ. കോവയ്ക്ക് ഉപ്പേരി റെഡിയായി. 2 വിസിൽ വന്നിട്ടുള്ളൂ. നമ്മൾ ഉപ്പേരി റെഡിയായി കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പേരി ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുകയാണ് കേട്ടോ, ആറാനായിട്ട്. ഞാൻ ചോറ് ഉണ്ണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് ഉണ്ണണതൊന്നും കാണിക്കണില്ല, ഞാൻ വിളമ്പണത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഉപ്പേരി ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കിണ്ണം വെച്ച് കുറച്ച് പുളിഞ്ചി എടുത്ത് വെച്ച് വിളമ്പിയിട്ടോ. പുളിഞ്ചി ഉണ്ടാക്കിയതാണ്. പിന്നെ അച്ചാർ ഇന്നാൾ ഞാൻ ഉണ്ടാക്കിയല്ലോ, ആ അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും, തോറും നല്ല ടേസ്റ്റും വന്നു. ഇനി ഉപ്പേരി വിളമ്പണം കേട്ടോ, കോവയ്ക്ക് ഉപ്പേരി. അത് മാത്രം കൂട്ടിയിട്ട് ചോറുണ്ണാൻ പറ്റും കേട്ടോ. അച്ചാറും കോവയ്ക്ക് ഉപ്പേരും മാത്രം കൂട്ടി ചോറുണ്ണാൻ പറ്റും. അങ്ങനെ ചോറ് വിളമ്പിയിട്ടാണ്. ഇനി നമ്മൾ തക്കാളി പരിപ്പും പുളിങ്കറി വയ്ക്കാൻ പോകാം കേട്ടോ. നിങ്ങൾ പോലെ വെച്ച് നോക്കിക്കോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ തക്കാളി കൂട്ടാനും വെച്ചു. ഇനി പപ്പടം ഉണ്ട്, കുറച്ച് കൊണ്ടാട്ടം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, രസം ഉണ്ടാക്കിയതാണ്. മോര് വേണമെങ്കിൽ മോര് എടുക്കുക. ഇത്രയും വിഭവങ്ങളാണ് കേട്ടോ ഇന്നത്തെ ഉച്ചയൂണിന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. പിന്നെ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണൂ കേട്ടോ. ഓക്കെ.